ദൈവത്തിന് സ്തോത്രം. What a joy to be here in the presence of God this morning. അനുഗ്രഹിക്കപ്പെട്ട രാവിലെ ദൈവ കൃപയിലായിരിക്കാൻ ദൈവത്തിന്റെ അവസരത്തിനാണ് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. It's really a joy for me because the Bible class started with me and ends with me. എനിക്കേറെ സന്തോഷം. ഈ 2025 ബൈബിൾ ക്ലാസ് പഠനം ആരംഭിച്ചത് ഞാനാണ്, എന്നിൽ നിന്നാണ്, അതുപോലെ അവസാനിക്കുന്നത് എന്നിൽ നിന്നത്രേ. So this day will be a really great learning for us. ഈ മനോഹരമായ രാവിലെ തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായിട്ട് മാറും. Let me say a difference between preaching and doing a Bible study. ഞാൻ പ്രാരംഭമായിട്ട് രണ്ട് വ്യത്യാസങ്ങളെ കുറിച്ച് പറയാം. പ്രസംഗത്തിൽ നിന്നും വേദപുസ്തക പഠനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. Preaching is that you can preach anything that God puts in your heart. പ്രീച്ചിങ്, അതായത് പ്രസംഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്രസംഗിക്കാം. നിങ്ങളുടെ ചിന്തയിൽ വരുന്ന, ദൈവം നിങ്ങളുടെ ചിന്തയിൽ തരുന്ന എന്ത് നിങ്ങൾക്ക് പ്രസംഗിക്കാം, without contradicting the word of God. വേദപുസ്തകത്തിന് എതിരല്ലാത്ത, വേദപുസ്തകത്തിന് പ്രശ്നമില്ലാത്ത ഇതിൽ എന്ത് നിങ്ങൾക്ക് പ്രസംഗിക്കാം. But Bible study cannot be done like that. പക്ഷേ വേദപുസ്തകം കൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധ്യമല്ല. Bible has to be read deeply and understood deeply without contradicting the theology of the scripture. ദൈവശാസ്ത്രപരമായി യാതൊരു പ്രശ്നമില്ലാതെ ബൈബിൾ ആഴത്തിൽ പഠിച്ച് ആഴത്തിൽ ധ്യാനിച്ചതിനു ശേഷം മാത്രമേ വേദപുസ്തകം പഠിക്കാനുള്ള സാധ്യതയുള്ളൂ. Preaching is more about, you talk to people and ask them to commit themselves to God. പ്രസംഗം എന്ന് പറയുന്നത് ദൈവവചനം സംസാരിക്കുകയും പ്രസംഗിക്കുകയും ജനത്തോട് ആഹ്വാനം ചെയ്യുകയും അവരെ വചനത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതാണ് പ്രസംഗം. But Bible study is for the people who know Bible, so we need to be really careful when we say something. ബൈബിൾ പഠനം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ബൈബിൾ പഠനം അങ്ങനെ പ്രസംഗത്തിലൂടെ കർത്താവിൽ വന്ന അല്ലെങ്കിൽ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന, വചനത്തിലിരിക്കുന്ന ജനത്തിനോട് സംസാരിക്കുക അത്രേ വചന പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So if I say something wrong, you won't tell me on my face, but you will go and search it on scripture and say, Acha, Martin say something wrong. അത് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി പറയത്തില്ലായിരിക്കും. പക്ഷേ നിങ്ങൾ പോയി നോക്കി പഠിച്ച് അല്ല ചുമ്മാച്ചൻ അത് തെറ്റാണ് പറഞ്ഞത് എന്ന് പറയും. Preaching is easy, but Bible study is really difficult. നമുക്കറിയാം, പ്രസംഗം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. എളുപ്പം കഴിവുണ്ടെങ്കിൽ അത് ചെയ്യാം. പക്ഷേ ബൈബിൾ പഠനം അത് അങ്ങനെയല്ല. But this morning I ask of God's grace so that He will help us to know His scripture more in deeper level. ഈ രാവിലെ സമയം ദൈവത്തോട് യാചിക്കാൻ, കർത്താവേ നിന്റെ സഹായം ഞങ്ങൾക്ക് വേണമെന്നാൽ നിന്റെ വചനം ആഴത്തിൽ പഠിപ്പാൻ ഞങ്ങളെ സഹായിക്കും. There was a young man and an old man. ഒരിക്കൽ ഒരു യുവാവും ഒരു വാർദ്ധക്യത്തിലുള്ള ഒരാളുണ്ടായിരുന്നു. And this young man was an engineer. ഈ യുവാവ് ഒരു എഞ്ചിനീയർ ആയിരുന്നു. But this old man was already a retired teacher who was at home. ഈ വാർദ്ധക്യത്തിലുള്ള ആള്, വയസ്സായ ആള്, അദ്ദേഹം റിട്ടയർഡ് ആയിട്ടുള്ള ടീച്ചറായിരുന്നു, അധ്യാപകനായിരുന്നു. അദ്ദേഹം വാർദ്ധക്യത്തിൽ തന്നെ വിശ്രമിക്കുകയാണ്. So both were neighbors. അവർ രണ്ടുപേരും അയൽക്കാരാണ്, ഈ യുവാവും ഈ വാർദ്ധക്യത്തിലുള്ള ആളും. So they both like planting in the garden. അവർ രണ്ടുപേരും വളരെ സന്തോഷമാണ്. അവരുടെ ഈ ഗാർഡനിൽ പോയി അവിടെ ഈ ചെടികൾ നടാനായിട്ട് ഇഷ്ടമാണ്. And unfortunately they both brought a plant to be planted in their garden. അവര് വിചാരിക്കാതെ രണ്ടുപേരും അവിടെ ഈ ഗാർഡൻ നടാനായിട്ട് ചെടികൾ മേടിച്ചു. So both brought a plant and on the same day they both planted the plant in the garden. ഈ ഗാർഡനിൽ തന്നെ അവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് മേടിച്ച ആ ചെടികൾ കൊണ്ട് ഒരേ ദിവസം ഒരേ സമയം നടുവാനായിട്ട് ഇടയായി. See, I know farming, but I have not done farming. എനിക്ക് കൃഷി അറിയാം, നട്ടതിനെ കുറിച്ച് ഞാൻ അത് ചെയ്യാറില്ല. But some of you might have done farming, so you may understand what I'm trying to say. നിങ്ങൾ കണ്ടിരിക്കുന്ന പലരും അത് ചെയ്തിട്ടുണ്ടായിരിക്കും, കൃഷി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ എന്താണ് കൃഷി എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നന്നറിയാമായിരിക്കും. So this young man who brought was just like me. ആ യുവാവ് എന്താണ് മേടിച്ചത്? ആ മേടിച്ച സംഭവം എന്നെ പോലെയായിരുന്നു. So he was pouring too much water to the plant and he was fertilizing too much to the plant. Okay, ആ യുവാവിന് നന്നായിട്ട് കൃഷിയെ കുറിച്ചറിയാം, പക്ഷെ കൃഷി ചെയ്തിട്ടില്ല. അദ്ദേഹം അതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ ചെയ്യുന്നത് പോലെ ഞാൻ കൂടുതൽ വെള്ളം ഒഴിച്ചു, എപ്പോഴും ഭയങ്കര കെയർ കൊടുക്കുന്നു, ഭയങ്കരമായിട്ട് വെള്ളം ഒഴിച്ച് അങ്ങനെ ആയിരിക്കാം. But this elder man, the old man, gives only a little water and little fertilizer to the plant. എന്നാൽ ഈ വയോധികൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം ആവശ്യത്തിന് വളരെ കുറച്ച് മാത്രം വെള്ളം കൊടുക്കുന്നു. അതുപോലെ ജലം ആവശ്യമുള്ളപ്പോൾ ജലം, അതിനുശേഷമുള്ള മറ്റ് ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നു. Young people usually make fun of the older one.
നമുക്ക് സാധാരണ അറിയാം, ഈ യുവാക്കൾ വാർദ്ധക്യത്തിലിരിക്കുന്ന വയോജന ജനങ്ങളെയൊക്കെ നമ്മൾ കളിയാക്കാറുണ്ട് പലപ്പോഴും. The same way this fellow also did with this old man, saying, you are pouring only little water, giving only little fertilizer, how the plant will grow. അപ്പൊ ഈ പരസ്പരം ഈ യുവാവ് ഈ അപ്പച്ചനെ വഴക്ക് പറയുകയാണ്, അല്ലെങ്കിൽ കളിയാക്കുകയാണ്. ചുമ്മാ ഇച്ചിരി വെള്ളം ഒഴിക്കും, നന്നായിട്ട് വെള്ളം ഒഴിക്കണ്ടേ, അല്ലെങ്കിൽ നന്നായിട്ട് അതിനെ കെയർ ചെയ്യണ്ടേ, അതിന് നല്ല സൂര്യപ്രകാശം ലഭിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഈ പ്രായമുള്ള അപ്പച്ചനെ ഈ യുവാവ് ഇങ്ങനെ കളിയാക്കുമായിരുന്നു. After sometimes, the young man's plant started growing really fast, but the older one's plant was, coming little after little. ഇച്ചിരി മുന്നോട്ട് പോയപ്പോൾ ഈ യുവാവ് നട്ട ഈ ചെടി നന്നായിട്ട് വളരാൻ തുടങ്ങി. ഒത്തിരി വെള്ളം ലഭിച്ചത്, ഒത്തിരി നന്നായിട്ട് വളരാൻ തുടങ്ങി. ഈ അപ്പച്ചന്റെ ചെടി ഇങ്ങനെ നിൽക്കുകയാണ്. The young man was so happy to see the plant grow. ഈ യുവാവ് ഭയങ്കര സന്തോഷവാനായ, കാരണം കണ്ടോ എന്റെ ചെടി മറ്റേ ചെടിയെക്കാട്ടിൽ ഇച്ചിലൂടെ നന്നായിട്ട് വളരുന്നല്ലോ എന്ന് വിചാരിച്ച് വളരെ സന്തോഷവാനായി. But on one day there was heavy rain in the town. ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ടൊരു വലിയ മഴ ആ സ്ഥലത്തെല്ലാം പെയ്യാനായിട്ട് തുടങ്ങി. The next day morning when they both came and saw outside the garden, രണ്ടുപേരും പിറ്റേ ദിവസം വന്ന് ഈ ഗാർഡൻ ഒരേ സമയത്ത് വന്ന് നോക്കിയ സമയത്ത് young man's plant got really out of the garden. ഈ യുവാവ് നട്ട ചെടി അവിടെ ഒന്നും കാണാനില്ല, അവിടെ നല്ല പറഞ്ഞ് വേറെ കണ്ടത്തിൽ പോയി കിടക്കുക. But this older man's plant is still there. എന്നാൽ ഈ അപ്പച്ചൻ നട്ട ഈ പ്രായമുള്ള മനുഷ്യൻ നട്ട ആ ചെടി അവിടെ തന്നെ നിൽപ്പുണ്ട്. This young man was not able to accept that fact. ഈ യുവാവിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, യുവാവിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. He went to the old man, started asking, how come that your plant is still there but my plant is gone? ഈ യുവാവ് ഓടിപ്പോയി അപ്പച്ചനോട് ചോദിച്ചു, അതെങ്ങനെ സാധ്യമാണ്? ഞാൻ നട്ട ആ പുഷ്ടിയോടെ നിന്ന ചെടി മഴയൊക്കെ പറഞ്ഞു പോയി, എന്നാൽ അപ്പച്ചൻ നട്ട ചെടി അവിടെ നിൽപ്പോൾ അതെങ്ങനെ സാധ്യമാകും? In fact, more than you, I pour water to the plant, more than you, I fertilize the plant with so many things, but mine is gone, yours is still here. അതെ, ഞാൻ അതാണ് ചിന്തിക്കുന്നത്. അപ്പച്ചൻ ഒഴിച്ചതിനെക്കാളും വെള്ളം ഞാൻ നന്നായിട്ട് ഒഴിച്ചു, അതിന് ആവശ്യമുള്ള കെയർ കൊടുത്തു, വളമിട്ടു, എല്ലാം ചെയ്തു, പക്ഷെ എന്റെ ചെടി അവിടെ ഇല്ല, അപ്പച്ചന്റെ അവിടെ ഉണ്ട്. And then the old man said, അപ്പോൾ ഈ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, too much of anything is good for you. ആവശ്യത്തിലധികമായാൽ എന്തും ദോഷമാണ്. So, and he understood, it is because of the experience the man was able to, keep the plant alive. അപ്പോൾ ഈ യുവാവിന് മനസ്സിലായി, വെറുതെ ഒരുമിച്ച് നട്ടതുകൊണ്ടാകില്ല, അതിനെക്കുറിച്ചുള്ള മുൻ പരിചയം, അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങളാണ് അദ്ദേഹത്തിനെ സഹായിച്ചു എന്ന് മനസ്സിലായി. All these 7 days you would hear more preachings, more Bible study. Not everything is for us. ഈ 7 ദിവസങ്ങളിൽ നമ്മൾ വചനം കേൾക്കുവായിരുന്നു, വചനം പഠിക്കുവായിരുന്നു, എല്ലാം 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 വേസ്റ്റ് ആണെന്ന് ഒരിക്കലും വേസ്റ്റ് ആയി പോകത്തില്ല. What is for us is for us. എന്താണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ എന്താണ് നാം നേടിയത്, അത് നമ്മൾ നേടിയത് തന്നെയാണ്. I have very bad memory. എനിക്ക് ഓർത്തെടുക്കാനായിട്ട് വലിയ പ്രയാസമാണ്. ഞാൻ അങ്ങനെ ഉള്ളൊരു സ്വഭാവമുള്ള ആളല്ല. And I'm saying in a positive way because last week before we had a conference in the place where I'm working. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ലാസ്റ്റ് ആഴ്ചയിൽ, അവസാനത്തെ ആഴ്ചയിൽ ഞങ്ങൾക്കൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. It was a women's conference all around India. They gathered about 3,000 to 3,500 people. ഏകദേശം അത് വനിതകൾ മാത്രം സംബന്ധിച്ച സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു. ഏകദേശം 3000-ലധികം ആൾക്കാർ അതിൽ സംബന്ധിച്ചൊരു വലിയ കോൺഫറൻസ്. They used to have a choir singing during the conferences. ഈ കോൺഫറൻസിൽ കൊയർ ആലപിക്കാനായിട്ട്, പാട്ട് പാടാനായിട്ട് കൊയർ അംഗങ്ങളുണ്ടായിരുന്നു. So I asked one choir member. ഞാൻ അതിലുള്ളതിൽ ഒരു കൊയർ അംഗത്തോട് ഞാൻ ചോദിച്ചു, last year you sang the same song. അവസാനത്തെ വർഷത്തിലും ഇയാൾ ഈ പാട്ട് തന്നെ പാടി. This year also he is singing the same song. ഈ വർഷവും ഇയാൾ ഈ പാട്ട് തന്നെ പാടുകയാണ്. Next year also he will be singing the same song. അടുത്ത വർഷം ഉറപ്പാണ് ഇയാൾ ഈ പാട്ട് തന്നെ പാടും. And she was like, how do you know? കുട്ടി ചോദിച്ചു, എങ്ങനെ പാസ്റ്ററിന് അറിയാം? No, there are only 3 singers you pick up to sing. അതെ, ഈ വർഷത്തിലും നിങ്ങൾ ഏകദേശം 3 പേരെയാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് പാടാനായിട്ട്. And the same singer will be singing, the songs all through the conferences. ഈ കോൺഫറൻസിൽ ഈ 3 പാട്ടുകാരായിരിക്കും അവർ പാടുക. And she was like, what a memory you have. Last year you remember everything. അപ്പം കുട്ടി ചോദിച്ചു, ഭയങ്കര ഓർമ്മശക്തിയാണല്ലോ, കഴിഞ്ഞ വർഷം ഞങ്ങൾ 3 പേരായിരുന്നു പാടാനുണ്ടായിരുന്നതെന്ന് ഇത്ര നിങ്ങൾ ഓർത്തിരിക്കുന്നല്ലോ. I said that's the only day I came for the conference. അതെ, ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റ ദിവസമാണ് വന്നത്, ആ ദിവസം ഞാൻ നിങ്ങളെ കണ്ടു. When I came, you were singing the song. ഞാൻ വന്ന സമയത്ത് നിങ്ങൾ പാട്ട് പാടുകയാണ്.
And I took one that song and I went off from the conference. അപ്പോൾ ഞാൻ ആ പാട്ട് കേട്ടു. അതിനുശേഷം അന്ന് ദിവസം ഞാൻ തിരികെ പോന്നു. The same way, we can come to the convention every day, but not everything is preached, not everything is said for us. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കൺവെൻഷൻ അറിയുകയാണ്. ഓർത്തോളം എല്ലാം നമുക്ക് വേണ്ടിയുള്ളതല്ല, നമുക്ക് വേണ്ടിയുള്ളത് നമുക്ക് വേണ്ടി തന്നെയാണ് എന്ന് ഓർത്തുകൊള്ളുക. We are not robots. നമ്മൾ ഒരിക്കലും യന്ത്ര മനുഷ്യനോ അല്ലെങ്കിൽ ആരെങ്കിലും നിയന്ത്രിക്കുന്ന ഒരാളോ അല്ല. But we are the servants of God. പക്ഷെ ഓർത്തുകൊള്ളണം, നമ്മൾ ദൈവത്തിന്റെ ശുശ്രൂഷകരാണെന്ന് ഓർത്തുകൊള്ളുക. So God speaks to us in specific way. ഈ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ നമ്മോട് വ്യക്തിപരമായിട്ട് ദൈവം ഇടപെടും എന്നൊരു തർക്കമില്ല. For this morning, quickly I wanted to share, to do a study from Exodus chapter 34 verse 10. ഈ രാവിലെ സമയം നിങ്ങളോട് പെട്ടെന്നുള്ള ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 10-ാമത്തെ വാക്യം. Exodus chapter 34 verse 10. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കാം. അതിന് അവൻ അരുളി ചെയ്തതെന്നാൽ, ഞാൻ ഒരു നിയമം ഉണ്ടാക്കുന്നു, ഭൂമിയിലെങ്ങും ഒരു ജാതിയും ആ ജാതിയിൽ സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിന് മുമ്പാകെ ഞാൻ ചെയ്യും. നീ സഹവാസം ചെയ്തുപോലെ ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണും. ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമായതുള്ളത് തന്നെ ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, സൂക്ഷിച്ചു കൊള്ളുക. Let's look to the Lord in praise. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. Father, talk to us. ദൈവമേ, ഈ രാവിലെ സമയം ഞങ്ങളോട് സംസാരിക്കണം. Help us to understand the scripture. കർത്താവേ, നിന്റെ വചനം അത് ശ്രദ്ധിപ്പാൻ, അത് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. To the extent we commit our lives. കർത്താവേ, ഞങ്ങൾ അതിന്റെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നു. In Jesus' name we pray. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. I cannot read Malayalam, but I understand the word. They use the word Bhayankaram. എനിക്ക് മലയാളം നന്നായിട്ട് വായിക്കാൻ അറിയത്തില്ല, പക്ഷേ എനിക്കത് മനസ്സിലായി. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് ഭയങ്കര കാര്യങ്ങളെയാണ്. ഭയങ്കര. It's the same thing in Tamil. അത് തന്നെയാണ് തമിഴിലും ഒന്ന് It's തന്നെയാണ്. almost in any other languages. It's the same in understanding. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, ഒരു മനസ്സിലാക്കുന്ന രീതിയായിരിക്കും എല്ലാ ഭാഷകളിലും ആ ഒരു അർത്ഥം തന്നെ ആയിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. And the preacher will go on saying, God is going to do something bhayankaram, things like that. ഇവിടെ നമ്മൾ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, ദൈവം ഒരു വൻകാര്യം ചെയ്യാൻ പോകുന്നു, ഭയങ്കരമായ കാര്യം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ അത്രയും ആഴത്തിൽ പറയാനുള്ള ഒരു വലിയ വാക്ക് തന്നെയാണ്. But that's not the real understanding of that passage. ഒരിക്കലും അത് മാത്രമല്ല അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന സംഗതി. When we read it in English, we understand this better. നമ്മൾ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ അത് ഇച്ചിരി ഭംഗിയായി മനസ്സിലാക്കാൻ സാധിക്കും. The word which used there is to say fearful things. അവിടെ വേദപുസ്തകത്തിൽ ഇംഗ്ലീഷ് വേർഷനിൽ അവർ പറയുന്നത് അതിനെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയാനകമായ കാര്യങ്ങളെ എന്നാണ് അതിന്റെ ഒരു അർത്ഥമായിട്ട് വരുന്നത്. If you read the scripture carefully, you will find something interesting in chapter 34. ഈ 34-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അത് സൂക്ഷിച്ച് വായിച്ചാൽ വളരെ രസകരമായ രീതിയിൽ ദൈവം നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. And interestingly, before 33 you have different Moses. After 33, which is from 34, you have different Moses. 34-ാമത്തെ അധ്യായത്തിന് മുമ്പ് വ്യത്യസ്തനായ ഒരു മോശയെ നമുക്ക് കാണാൻ സാധിക്കും. 34-ാമത്തെ അധ്യായത്തിന് ശേഷം വീണ്ടും വ്യത്യസ്തനായ ഒരു മോശയെ നമുക്ക് കാണാൻ സാധിക്കും. Earlier till 33 you will find Moses who is being worried, who is crying, who is asking God, why did you call me? So things are like that. 34-ാമത്തെ അധ്യായത്തിന് മുമ്പ് കാണാൻ കഴിയുന്ന മോശ എപ്പോഴും പരാതിയുള്ള മോശയായിരുന്നു, എപ്പോഴും ഭയമുള്ളിലുള്ള മോശയായിരുന്നു. എന്തിന് എന്നെ ഇങ്ങനെ വിളിച്ചു, എന്തിന് ജനത്തെ നയിക്കാൻ എന്നെ വിളിച്ചു, ഞാൻ ബലഹീനനല്ലേ, ഞാൻ തടിച്ചതാവണമെന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ബലഹീനതകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മോശയാണ് 34 മുമ്പ് കാണുന്നത്. It's not because of him, but it is because of the people that was around him. അത് ഒരിക്കലും അദ്ദേഹത്തിന്റെ കാരണത്താലല്ല, അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന ആ ജനത്തിന്റെ ഈ സ്വാധീനം കാരണമാണ് ദൈവത്തോട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. It's same thing with us. ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കും ഇങ്ങനെ തന്നെയാണ്. Most of the time we question God, most of the time we worry, most of the time we are disappointed. It's not because of us, but because of the people that we work with. ചിലപ്പോൾ നമ്മുടെ വർക്ക് ചെയ്യുന്ന, നമ്മുടെ ശുശ്രൂഷ ചെയ്യുന്ന ജനത്തിന്റെ കാര്യത്തിൽ, ജനത്തിന്റെ വിഷയങ്ങൾ കൊണ്ട് നമ്മൾ ദൈവത്തോട് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ ചെയ്യാറുണ്ട്. ദൈവത്തോട് ചിലപ്പോഴൊക്കെ നമ്മൾ പ്രതികരിക്കാറുണ്ട്. In Tamil they say like this. ഇങ്ങനെ തമിഴിൽ ഇങ്ങനെ ഞങ്ങൾ സാധാരണ പറയാറുണ്ട്. We call believers as Viswasi. ഞങ്ങള്
വിശ്വാസികളെന്നാണ് തമിഴിൽ തന്നെ പറയുക. And so many pastors would interpret saying that it is not Visuwasi, it is Vishavusi. ഞങ്ങൾ സാധാരണ പ്രസംഗരൊക്കെ പറയാറുണ്ട് വിശ്വാസി എന്നല്ല വിശ്വാസി, അതായത് വിശ്വാസി എന്നാണ് ഞങ്ങൾ സാധാരണ പറയുക. It's in another word, it is the poisonous injection. അതെ അതെ, നമ്മൾ സാധാരണ പറഞ്ഞല്ലോ വിശ്വാസി എന്നതിനെ മാറ്റി പറഞ്ഞാൽ വിഷം ആസി, അതായത് വിഷം കുത്തിവെക്കുന്ന ആളെന്നാണ് അതിന്റെ അർത്ഥം. So we work with people like that. So we easily get disappointed, we easily get worried. നമ്മൾ സാധാരണ ഇങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാകാറുണ്ട്. നമ്മളത് കാരണം ഒത്തിരി പ്രയാസം ടെൻഷനൊക്കെ അനുഭവിക്കാറുണ്ട്. That's exactly happened to Moses. ഇത് തന്നെയാണ് മോശയ്ക്ക് സംഭവിച്ചത്. മോശ പറയുന്നത് പരാതി പറയുന്നത് അല്ല, ഇതുകൊണ്ട് തന്നെയാണ്. But from 34 onwards we see different Moses. ഈ 34 അധ്യായം മുതൽ ഒരു വ്യത്യസ്തനായ മോശയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Because in 34th chapter God renews his covenant with Moses. ഈ 34 അധ്യായം മുതൽ വലിയവനായ ദൈവം മോശയുമായിട്ടുള്ള ഉഭയ സമ്മതത്തെ ഒന്നുകൂടെ പുതുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. And I feel this morning it is important for us to renew the covenant with God. ഈ രാവിലെ സമയം ദൈവമക്കളാണ് നമ്മുടെ ശുശ്രൂഷകർ, നമ്മൾ നമ്മുടെ ഉഭയ സമ്മതത്തെ നമ്മുടെ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ നമ്മുടെ ദർശനത്തിൽ പുതുക്കുക. It's wonderful to say it is the year of promise. Unless until we renew the covenant with God, it is impossible to see the promise coming to us. ഈ 2025 വാഗ്ദത്ത വർഷം നമ്മൾ പറയുമ്പോൾ തന്നെ ദൈവമായിട്ടുള്ള ഈ അനുഗ്രഹിക്കപ്പെട്ട ദർശനങ്ങളെ ഉഭയ സമ്മതത്തെ നമ്മൾ പുതുക്കിയില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് പ്രാപിക്കാൻ സാധ്യമല്ല. In fact, God wants to renew the covenant with us, but we are not available to do that. ഓർത്തുകൊള്ളുക, ദൈവം എപ്പോഴും അവൻ റെഡിയായിരിക്കുകയാണ്. മോശയ്ക്ക് ചെയ്തതുപോലെ നമ്മുടെ ഉഭയസമ്മതങ്ങളെ നമ്മുടെ ശുശ്രൂഷകളെ മെച്ചപ്പെടുത്തുവാൻ ദൈവത്തിന് ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് പലപ്പോഴും ഇഷ്ടമല്ല. When we say 34 in Hebrew, it has got two meanings. നമുക്കറിയാം ഈ 34 എന്ന് ഹീബ്രുവിൽ പറയുമ്പോൾ ഹീബ്രുവിൽ രണ്ട് അർത്ഥങ്ങളുണ്ട്. The first meaning is this authority to enter. ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് പ്രവേശിക്കാനുള്ള അധികാരം എന്നുള്ളതാണ്. God will give us authority to enter anywhere that He wanted to go. ദൈവം നീ പ്രവേശിക്കാനുള്ള എല്ലാ വാതിലുകളിലും നിനക്ക് പ്രവേശിക്കാനുള്ള അധികാരവും അനുവാദവും തരുന്നു എന്നുള്ളത്. I always say God will open the door. ഞാൻ ഇപ്പോൾ പറയാറുണ്ട്, ദൈവം ഒരു വഴി തുറക്കുമെന്ന്, വാതിൽ തുറക്കുമെന്ന്. If needed, God will break the door and take us inside. അതിന് സാധ്യമല്ലെങ്കിൽ ദൈവം ആ വാതിൽ തകർത്ത് കളഞ്ഞിട്ടാണെങ്കിലും അവിടെ നമ്മെ പ്രവേശിപ്പിച്ചു. That's authority God has given to us. ഒരു അധികാരം അത്രേ നമ്മുടെ ദൈവം നമുക്ക് നൽകുന്നത്. But too many times we know our authority, but we don't renew the covenant, so authority doesn't work. നമുക്ക് അതോറിറ്റി ഒക്കെ നമുക്കറിയാം, നമുക്ക് അധികാരം ഉണ്ടെന്നറിയാം, അത്രയും ശക്തി നമ്മുടെ ദൈവത്തിന് നമുക്ക് നൽകാൻ കഴിയുമെന്നറിയാം, പക്ഷേ നമ്മൾ ഈ ഒരു ഉഭയസമ്മതം പുതുക്കുന്നില്ല, അതുകൊണ്ട് ഒരിക്കലും അത് സാധ്യമാകുന്നില്ല. And this year I wanted to encourage all of us to renew the covenant so that we can activate the authority that is given to us. ഈ രാവിലെ സമയം നാം നമ്മുടെ ദർശനങ്ങളെ, നമ്മുടെ തീരുമാനങ്ങൾ ഒന്നുകൊണ്ട് പുതുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സകലത്തെയും കവച്ചു വെക്കുന്ന അധികാരം ദൈവം നമുക്ക് നൽകും. And I believe this year is going to be a year that church is going to get into more authority, even the last will come to us. ഈ മനോഹരമായ രാവിലെ ഓർത്തുകൊള്ളുക, ഇങ്ങനെയുള്ള അധികാരങ്ങൾ ദൈവം നമുക്ക് നൽകും. നമ്മുടെ സഭയുടെ അതിരുകൾ വിസ്താരമാവും, നമ്മുടെ സഭയെ ദൈവം വളർത്തും. We may think we have lost authority over things and over the people and things like that, but God is able to give us authority over people and over all the prosperities. നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, നമ്മുടെ ജനം ചിലപ്പോഴൊക്കെ നമ്മളെ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ രീതിയിൽ പോകുന്നു, അവരുടെ ജീവിത പ്രയാസം കൊണ്ട് അവര് ആത്മീയ വഴിയിൽ വിട്ടുമാറുന്നു ചെയ്യുന്നു. പക്ഷെ ഇതൊന്നും അവരല്ല, ദൈവമത്രേ സകലം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ദൈവത്താൽ സകലവും സാധ്യമാണ്, അവന്റെ അധികാരത്താൽ സകലവും സാധ്യമാണ്. And the second meaning from 34 is this. ഈ 34 അധ്യായത്തിന്റെ രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് it is identification. ഇതൊരു തിരിച്ചറിയലാണ്. God gives us an identification as calls him as the children of him. ഈ രാവിലെ സമയത്തുള്ള ദൈവം ഒരു തിരിച്ചറിയൽ നൽകുകയാണ്. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ ദൈവത്തിന്റെ ശുശ്രൂഷകനാണ് എന്നുള്ള ഒരു തിരിച്ചറിയൽ ദൈവം ഇവിടെ നമുക്ക് നൽകുകയാണ്. Without renewing the covenant with God, we will not find our identification. ദൈവത്തിന്റെ വിളിയെ ഒന്നുകൂടെ പുതുക്കാതിരുന്നാൽ, ദൈവമായിട്ടുള്ള ഉഭയസമ്മതത്തെ ഒന്നുകൂടെ പുതുക്കാതിരുന്നാൽ ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ സാധ്യമല്ല. ഞാൻ എന്റെ ദൈവത്തിന്റെ പൈതലാണെന്നുള്ളത് തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമല്ല. Scripture says the old has gone but the new has come. ഒരു ദിവസം പറയുന്നു, പഴയത് കഴിഞ്ഞു പോയതാ
അത് പുതിയതായി തീർന്നിരിക്കുന്നു. Which means the identification is shifted or identification is changed. നമുക്കറിയാം, തിരിച്ചറിയൽ എന്ന് പറയുന്നത് ആ ഒരു പഴയ ഐഡന്റിറ്റി അല്ല, പഴയ അഡ്രസ് അല്ല, ഒരു പുതിയ അഡ്രസ്സിലേക്ക് നമ്മൾ വരികയാണ്. I don't know if you have ever heard somebody says like this. എനിക്കറിയത്തില്ല, ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. But you know, I have seen people say like that. ഇപ്പോഴും അവിടെ സാധാരണ പറയാറുണ്ട്, You know, I was not like the old man. If I would have liked being the old man, you would have gone. ഞങ്ങൾ നാട്ടിൽ പറയാറുണ്ട്, ഇവിടെ അത് പറയുന്നുണ്ട്, നമുക്കറിയാം, ഞാൻ പഴയ മനുഷ്യനായിരുന്നെങ്കിൽ, എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ നീ മേടിച്ചേനെ എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. But you know, the understanding is that we have not understood our identification. നമ്മൾ അതിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ ആ ഒരു തിരിച്ചറിയിലേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റിയിൽ വന്നിട്ടില്ലെന്നാണ്. But here we see in the Moses' life, after 34th chapter, he knows the authority and he found his identification. ഇവിടെ 34ാമത്തെ അധ്യായം മുതൽ മോശ താൻ ആരാണെന്നും താൻ എന്താണെന്നും താൻ ആരുടേതാണെന്നും ഒക്കെയുള്ള ഒരു തിരിച്ചറിവിലേക്ക് വന്ന് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. And this is our prayer, this is my prayer this morning, that we will find our authority, understanding our identification with God. ഈ രാവിലെ സമയത്തോളം നമ്മളെ തന്നെ തിരിച്ചറിയാൻ പോകുന്ന രാവിലെയായിട്ട് മാറട്ടെ. നമ്മുടെ തിരിച്ചറിയൽ കാരണം നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു ബലം നമുക്ക് നൽകട്ടെ. I want to say this point with you. ഈ രാവിലെ സമയം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, God's vision, ദൈവത്തിന്റെ ആഗ്രഹം എന്നത്, vision with his divine instruction gives us our destination. നമ്മുടെ ദൈവത്തിന്റെ താല്പര്യവും ആഗ്രഹവും ആ ആത്മീയതയിലേക്ക് നമ്മളെ അതിന്റെ ഉച്ചത്തിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ്. Let me say it again. God's vision with his divine instruction gives our life destination. ദൈവം നമ്മുടെ തന്റെ ആത്മീയതയിൽ നമ്മെ നിയന്ത്രിക്കുന്ന നിയന്ത്രണത്താൽ നാം നമ്മുടെ ശുശ്രൂഷയുടെ ഉന്നതങ്ങളിൽ അതിന്റെ ഏറ്റവും ഉൾഭാഗം വരെ എത്തേണ്ടതാണ്. We cannot see vision, we cannot get the instruction unless until we renew our covenant with God. ദൈവവുമായിട്ടുള്ള ഈ തീരുമാനത്തെ, ദൈവത്തിന്റെ വിളിയെ നമ്മൾ പുതുക്കിയില്ല എങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം അറിയുവാനോ ദൈവത്തിന്റെ ഇഷ്ടം കേൾക്കുവാനോ അത് മനസ്സിലാക്കുവാനോ നമുക്ക് സാധ്യമല്ല എന്ന് ഓർത്തുകൊള്ളുക. Let me go to this verse that I told you earlier, that Bhayangaram in Malayalam, which is not Bhayangaram, actually, which is the fearful thing in English. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ 10ാമത്തെ വാക്യത്തിൽ ഒരു ഭയങ്കരം എന്ന ഒരു വാക്കുണ്ട്. അത് മലയാളത്തിലും തമിഴിലും മറ്റു ലാംഗ്വേജിലൊക്കെ അങ്ങനെയാണ്. എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ ഭയങ്കരം എന്നല്ല, അത് ഇച്ചിരിയുടെ ഭയത്തോടെ എന്നുള്ളതാണ്. That fearful thing, which means reverence to God. ഭയം എന്ന് പറയുന്നത്, ദൈവഭയം എന്നത് ഉദ്ദേശിക്കുന്നത് ദൈവത്തെ ബഹുമാനിക്കുക, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. Moses was somebody who has done greater things that anybody cannot do in this world. മോശ ചെയ്തത് ഈ ലോകത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത, ഈ ലോകത്തിലെ ആരാലും സാധ്യമാകാത്ത ഒരു വലിയ കാര്യമാണ്. He departed the sea with a stick. ഒരു കാര്യം, ഒരു കമ്പ് കൊണ്ട് ദൈവം അരുളി ചെയ്ത മുഖാന്തരം ഒരു കമ്പ് കൊണ്ട് ഒരു കടലിനെ വിഭാഗിക്കുക എന്നുള്ളത് ലോകത്തിൽ ആർക്കും സാധ്യമല്ല. The same stick, he struck the rock and the water came out of it. ഇതേ കമ്പ് കൊണ്ട് തന്നെ മോശ ഒരു പാറയടിച്ചു, ആ പാറയിൽ നിന്ന് ജീവന്റെ ജലം പുറപ്പെട്ടു. In fact, when he was in Egypt, he had brought almost 10 plagues through God's power, and the Pharaoh was afraid of Moses. അവിടെ നമുക്കറിയാൻ സാധിക്കും, ഇസ്രായേലിന്റെ സമയത്ത് മോശ മുഖാന്തരം ദൈവം 10 ബാധകളെ ഇവിടെ മോശ മുഖാന്തരം ഫറവോന് അയച്ചു കൊടുക്കുകയാണ്. ഈ 10 ബാധകളും കൊണ്ട് ഫറവോൻ ഇങ്ങനെ വെട്ടിവിറയ്ക്കുന്ന കാണാൻ സാധിക്കും. The scripture says Egyptians considered Moses as someone great in the world. ഈ മിസ്രൈംകാർ ചിന്തിച്ചു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനൊരാളാണ് മോശ എന്ന് ഈ മിസ്രൈംകാർ ചിന്തിച്ചു. അത് ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നു. And above all, there's something interesting that Moses did. അതിനൊക്കെ മുകളിലായിട്ട് മോശ ചില കാര്യങ്ങൾ ചെയ്തു എന്ന് നമുക്കറിയാം. In another words, through Moses God did something interesting. അങ്ങനെ പറയുന്നതിനെക്കാട്ടിലും ഇച്ചിരിയുടെ നല്ലത് മോശയിലൂടെ ദൈവം ചെയ്തു എന്ന് പറയുന്നതാണ്. He stopped sun and moon for war. ഒരു യുദ്ധത്തിന് വേണ്ടി, ഒരു യുദ്ധത്തെ വിജയിക്കാൻ വേണ്ടി, ജനത്തെ വിജയിപ്പിക്കാൻ വേണ്ടി ദൈവം മോശയിലൂടെ ചന്ദ്രനെയും സൂര്യനെയും ആ സ്ഥലങ്ങളിൽ നിർത്തിച്ചു. After that, nobody has ever done that. അതിനുശേഷം ഇതുവരെ ഒരു മനുഷ്യന് അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. And God says here, that's not what I'm going to do.
ദൈവം പറഞ്ഞു അത് മാത്രമല്ല, അതല്ല ഞാൻ നിന്നിലൂടെ ചെയ്യാൻ പോകുന്നത്. Because things like that is nothing to God. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ലോകത്തിന് ആശ്ചര്യമായിരിക്കും, പക്ഷെ ദൈവത്തിന് ഇതൊക്കെ വളരെ നിസ്സാരമായ സംഗതികളാണ്. So God says to him, I am going to do something through you which will not be like that, but something different which makes reverence to me. ദൈവത്തെ ഭയപ്പെടുമാറ്, ദൈവത്തെ പ്രിയപ്പെടുമാറ് ഞാൻ വൻകാര്യങ്ങളെ, ഇതിൽ വൻകാര്യങ്ങളെ നിങ്ങളെ കുറിച്ച് ചെയ്യും, കാരണം ഞാൻ ദൈവമാണ്. This morning I'm going to say something that is going to break your hearts. ഈ രാവിലെ സമയം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ പോകുന്നത് നമ്മുടെ ഹൃദയത്തെ കീറി മുറിക്കും, ഹൃദയത്തിന് വേദന ഉണ്ടാക്കുമെന്ന് തർക്കമില്ല. Almost 99% of the things that we ask God is nothing. നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന 99% കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് ദൈവമേ നീ ഒന്നുമില്ല, നീ ഏതുമില്ല എന്ന് അറിയിക്കാനായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. We ask God so many nothings to him. നാം ദൈവത്തോട് വെറും ഒന്നുമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ആവശ്യമില്ലാത്തതെല്ലാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. Let me say what are those nothings. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ രാവിലെ സമയം നിങ്ങൾ ഓർപ്പിക്കട്ടെ. We ask God for a good health which is nothing to God. ദൈവത്തിന് ഒന്നുമല്ലാത്ത നിസ്സാരമായ ദൈവം എനിക്ക് നല്ല ആരോഗ്യം തരണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കും. We ask God, for debtors to be clean, which is nothing to God. നമ്മുടെ പാപങ്ങളൊക്കെ ഒന്ന് കഴുകി കളയണമെന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും. We ask God for cars. We ask God for good house. We ask God for a good job. These are nothing to God. നമ്മൾ എപ്പോഴും ദൈവത്തോട് എനിക്കൊരു കാർ വേണം, എനിക്കൊരു ബൈക്ക് വേണം, എനിക്കൊരു വീട് വേണം, എന്നെ കടം മാറ്റണം, ഇതൊക്കെയും ദൈവത്തിന് എത്രയോ 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 നിസ്സാരം. And then we go to another extreme asking God use me, which is also nothing to God. എന്നിട്ട് നമ്മൾ വീണ്ടും പറയാൻ ഇച്ചിരൂടെ ആത്മാവിൽ ദൈവം എന്നെ എടുത്താൽ ഉപയോഗിക്കണം എന്ന് പറയും, അതും ദൈവത്തിന്. Somebody said, what is the number one prayer of a believer? ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഏതെന്നറിയാമോ ഒരു വിശ്വാസി ഏറ്റവും വലിയ പ്രാർത്ഥന എന്നറിയാമോ എന്ന് ചോദിച്ചു. Tell me, what do you think is the number one prayer of a believer? ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്തെന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഏറ്റവും വലിയൊരു പ്രാർത്ഥന, ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന എന്തായിരിക്കും? ഏറ്റവും വലിയ വിഷയം എന്തായിരിക്കും? എന്തായാലും blessings only. Most of the time our number one prayer is to make us number one. നമ്മുടെ ഒന്നാമത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമേ എന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാക്കി മാറ്റണം എന്നുള്ളതാണ്. It is too many times we ask God to make us number one. Make my family number one, make my boy number one, make my daughter number one, make my things number one. അല്ലെങ്കിൽ നമ്മുടെ വേറെ രീതി പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള എന്തെങ്കിലുമൊക്കെ ഒന്നാമതാക്കണം, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണം, എൻ്റെ മകളെ അനുഗ്രഹിക്കണമേ, എൻ്റെ സമയം മാത്രം അനുഗ്രഹിക്കണം, ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന. ഇതൊന്നും ദൈവത്തിന്റെ എത്രയോ നിസ്സാരം, ദൈവത്തെ നമ്മുടെ പോക്കറ്റിലാക്കുന്ന രീതിയിൽ അത്രയും. The man who has got authority, the man who knows the identification will not ask for this. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അധികാരം പ്രാപിച്ച ദൈവത്തിന്റെ വിളിയെ ഒന്നുകൂടെ ഒന്ന് പുതുക്കിയ ആരും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. Because they know it is God's vision that this instruction makes my life destination. ഇത് നമ്മൾ അറിയേണ്ടത് ദൈവത്തിന്റെ കരത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ, ദൈവത്തിന്റെ നിർദ്ദേശങ്ങളിൽ ഞാൻ ആയിരിക്കുമ്പോൾ ദൈവമാണ് എന്നെ ഇതൊക്കെ ആക്കി തീർക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. When we understand our authority and when we understand our identification, we renew the covenant with God, God will do something greater for us. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ദൈവത്തിന്റെ മകൻ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ പിന്നെ ദൈവമാണ് നമ്മളെ ഏത് നിലയിൽ നടത്തണം, എങ്ങനെയാക്കി തീർക്കണമെന്ന് ചിന്തിക്കുന്ന ദൈവമത്രേ. Quickly, I wanted to share few things how Moses' life casted fear of God to the people. ദൈവത്തിന്റെ നാമത്തിൽ മോശ എപ്രകാരം ദൈവഭയത്തോടെ ജനത്തിന് മുമ്പാകെ ആയിരുന്നു എന്ന് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിച്ചു. Quickly, in the same chapter 34 verse 30, it says like this. 34 അധ്യായത്തിന്റെ 30ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ അറിയുന്നു. People of Israel were afraid of Moses. മോശയുടെ ജീവിതം കണ്ട്, മോശയുടെ മുഖം കണ്ട് ജനവും ഇസ്രായേലൊക്കെയും ഭയപ്പെട്ടു. When Moses understood all the miracles that happened before this was nothing, he was able to see God face to face and talk to him. ഇങ്ങനെയുള്ള അത്ഭുതങ്ങളും ഇങ്ങനെയുള്ള അടയാളങ്ങളും കണ്ടതിന് ശേഷം
ജനം മോശയെ നോക്കി ജനത്തിന് മോശയുടെ അടുത്ത് പോകാനൊരു ഭയമുണ്ടായി. You know, these people were the people who were murmuring against Moses. ഈ ജനമാണ് ഇങ്ങനെ ദൈവത്തിന്റെ ദാസനായ മോശയെ കണ്ട് ഭയന്നു നിന്ന ഈ ജനമാണ് മോശയ്ക്കെതിരെ പിറുപിറുത്തത്, മോശയെ എതിരെ നിന്നുകൂടിയത്. Our identification and authority comes when we talk to God face to face. നമ്മുടെ ദൈവവുമായിട്ട് മുഖാമുഖം കാണുകയും ദൈവവുമായിട്ട് മുഖാമുഖം സംഭാഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ തിരിച്ചറിവ്, നമ്മുടെ തിരിച്ചറിയലുകൾ മാറി മറിയുകയാണ്. In fact, the scripture says God would talk to Moses like a friend. ഇവിടെ വേദോസ് പറയുന്നു, ഒരു കൂട്ടുകാരനെ പോലെ, ഒരു സുഹൃത്തിനോടെന്ന പോലെ ദൈവം മോശയോട് സംസാരിക്കുകയാണ്. In this year, if you wanted people to, get afraid of you, get fearful of you, make sure that you spend time with God, talking to God, walking with God. നാം ദൈവസന്നിധിയിൽ ദൈവഭയത്തോടെ ജീവിക്കണമെങ്കിൽ, ഈ ലോകത്തിൽ എല്ലാവരും നമ്മെ അങ്ങനെ കാണണമെങ്കിൽ ഓർത്തുകൊള്ളണം, നാം ജീവിക്കേണ്ടത് പ്രകാരമാണ്. നാം ദൈവഭയത്തോടെ ദൈവസന്നിധിയിൽ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. There used to be times when people will not even say a word against actions. ചില സമയത്തൊക്കെ മുമ്പത്തെ കാലങ്ങൾ ഉണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്ന അച്ഛന്മാർക്കൊക്കെ എതിരെ ജനം ഒരു വാക്കുപോലും മിണ്ടത്തില്ലായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. Not because of the cassock they wear. അത് എന്തുകൊണ്ടെന്ന് അറിയാമോ? അവർ ഉപയോഗിച്ചിരുന്ന ഈ കുപ്പായം കണ്ടിട്ടല്ല, but because of the life they lived. അവര് ജീവിച്ച ജീവിതം കാരണമാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ പട്ടക്കാരെയൊക്കെ ജനം ആ രീതിയിൽ ബഹുമാനിച്ചത് കണ്ടത്. Instantly when they come, the fear of God will catch them. അവര് ദൈവത്തിന്റെ ഭയം അവരുടെ വാക്കുകളിലൂടെ, ദൈവത്തിന്റെ ഭയം അവരുടെ ജീവിതങ്ങളിലൂടെ ജനം കാണുമ്പോൾ ആ ബഹുമാനം അവർക്ക് ലഭിച്ചിരുന്നു. This year I want all of us to make sure as we go for ministry, when we enter, the fear of God must capture their hearts. ഈ കൺവെൻഷൻ കഴിഞ്ഞ് നമ്മുടെ ശുശ്രൂഷ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ദൈവ ഭയം കൊണ്ട് നിറയപ്പെട്ട എന്റെ നിങ്ങളെ മുഖം കാണുമ്പോൾ, ആ തിരിച്ചറിവ് ആ ചിന്ത നിങ്ങളെ മുഖം കാണുമ്പോൾ ജനം ഭയപ്പെടണം, ജനം ദൈവത്തെ സേവിക്കണം, ആ സേവനം ജനത്തിന് ലഭ്യമാകണം. Stop asking for nothing, but ask God that I wanted to become a friend with you, so the people will get and capture the fear of you. ഒന്നുമില്ലാതെ ദൈവത്തിന്റെ മുമ്പിൽ നിസ്സാരമായതിനു വേണ്ടി അപേക്ഷിച്ച് കണ്ണുനീരൊഴുക്കി നിലവിളിക്കുന്നത് നിർത്തിയിട്ട് ദൈവവുമായിട്ടുള്ള സൗഹൃദത്തിൽ മോശ ചെയ്തതുപോലെ, കർത്താവേ ഒരു സുഹൃത്തിനോടെന്ന പോലെ എന്നെ ഇടപെടണമേ, അപ്പോൾ നിന്റെ ജനത്തിന് അനുഗ്രഹം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് The സാധിക്കും. second thing that caused fear for people is this. ഈ രണ്ടാമത്തെ കാര്യം, ഈ ജനത്തിന് എന്തുകൊണ്ട് മോശയുടെ മുഖത്ത് നോക്കാൻ ഭയപ്പെട്ടത് എന്നൊന്ന് ചോദിച്ചാൽ, Chapter 36 verse 2 says like that. Chapter 36 verse 2. രണ്ടാമത്തെ വാക്യം, It says like that. God has given a plan to build a tabernacle. ദൈവം ഒരു സമാഗമന കൂടാരം പണിയുവാനായിട്ട് ദൈവത്തിന് താല്പര്യമായി. So when he gave the plan, ദൈവം അതിന്റെ പദ്ധതികൾ രൂപീകരിച്ചപ്പോൾ, and God said, find a skillful person. ദൈവം അവിടെ പറയുകയാണ്, കഴിവുള്ള അതിന് സാധ്യമാകുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തുക. And Moses brings those two people to him. ദൈവത്തിന്റെ സന്നിധിയിൽ മോശ രണ്ട് വ്യക്തികളെ കൊണ്ടുവന്നു. And they were the two people who were the instrumental of building the tabernacle. ഈ സമാഗമന കൂടാരം പണിയുവാനായി, ഈ കൂടാരം പണിയുവാനായിട്ട് കാരണമായി തീർന്ന രണ്ട് വ്യക്തികൾ അവരായിരുന്നു. The second reason they were fearful to Moses, ഈ മോശയോട് ജനത്തിന് ഭയം ഉണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം, because he knew who had the wisdom from God. എന്നാ അതിന് കാരണം മോശ അറിഞ്ഞിരുന്നു ദൈവം ഉപയോഗിക്കുന്ന, ദൈവത്തിന് പ്രയോജനകരമായ വ്യക്തികൾ ആരെന്ന് മോശ അറിഞ്ഞിരുന്നു. As we are in the ministry, we should be able to know who can be used for what. നാം ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കണം ആരാണ് എന്തിനാണ് ഉതകുന്നത്, ആര് എന്തിന് കൊള്ളാം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. When Moses started to please the plan of God, people started afraid of him. ഇവിടെ ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച്, പ്ലാനുകളെ കുറിച്ച് മോശ തന്റെ ജനത്തിനിടയിൽ ഇങ്ങനെ പദ്ധതികൾ രൂപീകരിച്ചപ്പോൾ ജനത്തിന് മനസ്സിലായി, ഇവൻ വെറുതെ അല്ല, ഇവൻ ദൈവത്തിന് അരുളപ്പാട് പ്രാപിച്ചിട്ട് അത്രയും ചെയ്യുന്നതെന്ന് ജനത്തിന് മനസ്സിലായി. Too many times he wanted to please people's plan more than God's plan in our lives. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷയിൽ ദൈവിക പദ്ധതിയെക്കാട്ടിലും ഈ മനുഷ്യരുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ പ്ലാനുകളെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കും. കാരണം ആരെ പിണക്കാൻ പാടില്ല, അവരെ പിണക്കരുത്, ഇവിടെ പിണക്കരുതെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ പദ്ധതികളെ മാറ്റിവെച്ച് ശുശ്രൂഷകരുടെ ജനത്തിന്റെ പദ്ധതികൾ ഏറ്റെടുക്കും. When we become somebody like this, we just become a performer of ministry. നമ്മൾ അങ്ങനെ ആയിത്തീരുമ്പോൾ നമ്മൾ വെറും
എന്തോ ജനത്തിന്റെ മുമ്പാകെ കോമാളികളായിട്ട് തീരുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന സാഹസം ചെയ്യുന്നവരായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരും. The one who performs will make sure that he or she pleases the people around them. അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ, ജനത്തിന് വേണ്ടിയുള്ളത് ചെയ്യുമ്പോൾ നമ്മളോട് തെളിയിക്കുന്നത് നമ്മൾ ജനത്തിന്റെ നേതാക്കളെന്നാണ്, അല്ലെങ്കിൽ ജനത്തിന് വേണ്ടിയുള്ള ലീഡേഴ്സ് എന്നാണ്. I don't know if you were someone like Moses, you would have done what he is doing. എനിക്കറിയത്തില്ല, നിങ്ങൾ മോശയെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മോശ ചെയ്തതുപോലെ ദൈവത്തിൽ നിന്ന് അങ്ങനെ പ്രാപിച്ചു. But if I were Moses, I would have not done this. ഞാൻ മോശയുടെ സ്ഥാനത്തായിരുന്നു, ചിലപ്പോൾ ഞാനത് ചെയ്യത്തില്ലായിരുന്നു, കാരണം അത്രയും പ്രയാസം. I would tell God, these people don't like me, these people murmured against me, these people were against me, I'm not going to do anything for them. ഞാൻ അതിനെ പറഞ്ഞാല് ഈ ജനത്തിനൊന്നും കിട്ടിയാൽ പോരാ, ഈ ജനം എനിക്ക് എത്രമാത്രം ഇത് പറഞ്ഞതാണ്, അവരെന്തുമാത്രം എനിക്കെതിരെ സംസാരിച്ചതാണ്, അവരിപ്പോഴും എനിക്കെതിരെ നിൽക്കുകയാണ്, അവർക്കൊന്നും ഞാൻ ചെയ്യാനായിട്ട് പോകുന്നില്ല. Some Christians are like that. ഇതുപോലെയാണ് ചില നമ്മുടെ ക്രിസ്ത്യാനികളും ശുശ്രൂഷകരും. God give him more, he wants more. അതെ, ദൈവത്തിൽ നമ്മൾ അവരെ ദൈവമേ അവൻ എത്ര കിട്ടിയാലും പഠിക്കാൻ കൊടുക്ക, അവൻ ഇച്ചിരൂടെ കിട്ടട്ടെ എന്നൊക്കെ നമ്മൾ സാധാരണ പറയും. But the character of Moses changed here. ഇവിടെ 34-ാമത്തെ അധ്യായത്തിൽ മോശയുടെ സ്വഭാവം മാറുകയാണ്. മോശ അവിടെ തിരിച്ചറിയുകയാണ് ഞാൻ ആരാണ്. When God gave him the plan, he approved it and he went on doing the same plan that God has given him. ദൈവം ഒരു പദ്ധതി രൂപീകരിച്ച് മോശയ്ക്ക് നൽകുമ്പോൾ മോശ മനസ്സിലാക്കുകയാണ്, തിരിച്ചറിയുകയാണ് ദൈവിക പദ്ധതിയാണ്, അത് ഈ ജനത്തെ മാറ്റിമറിക്കാനായിട്ട് പോകുന്ന പദ്ധതി. Because he was pleasing God's plan, not people plan. കാരണം മോശ ദൈവത്തിന്റെ പദ്ധതിയിലായിരുന്നു, ജനത്തിന്റെ പദ്ധതി അല്ലായിരുന്നു മോശയുടെ ഉദ്ദേശം. This year I want all of us to do the same. Let us please the plan of God more than pleasing people's plan. ഈ വർഷം, അടുത്ത വർഷത്തിൽ സഭയായി നാം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പ്രവർത്തനം നാം ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത് ഇതായിരിക്കണം: ദൈവത്തിന്റെ പദ്ധതിയെ ഒന്നുകൂടെ ജനത്തിന്റെ ഇടയിൽ ആവിഷ്കരിക്കുവാൻ, ജനത്തിന്റെ ഇടയിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുക. Quickly, let me say the third part and finish this Bible study. ഈ അവസാനത്തെ ഒന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ ബൈബിൾ പഠനം അവസാനിപ്പിച്ചു. 39th chapter 32nd verse is like this. 39-ാമത്തെ അധ്യായം 39-ാമത്തെ വാക്യം പറയുന്നു. 32 verse. ഓക്കേ, 32-ാമത്തെ വാക്യം പറയുന്നു. The people of Israel did as Moses commanded them. മോശയോട് ദൈവം പറഞ്ഞതൊക്കെയും അവർ ചെയ്തു. അങ്ങനെ സമാഗമന കൂടാരം അവിടെ പണി തീർത്തു എന്ന് 32-ാമത്തെ വാക്യത്തിൽ വായിക്കും. Today let me give you this challenge. ഈ രാവിലെ സമയം ഇങ്ങനെ ഒരു ചലഞ്ച് ദൈവം നമുക്ക് നൽകുകയാണ്. People, those who are not listening to you will listen to you this year. ഈ വർഷം ആരെങ്കിലും നമ്മൾ പറയുന്നത് കേൾക്കാതെ ഉണ്ടോ, ആരെങ്കിലും നമ്മുടെ ശുശ്രൂഷകൾ സംബന്ധിക്കാതെ ഉണ്ടോ, അവരൊക്കെയും നമ്മുടെ മുമ്പേ വന്നിങ്ങനെ നിൽക്കും. Oh acha, I called that person long time, for so many times the person is not coming to church. അച്ഛാ, നിങ്ങൾ ഉദ്ദേശിച്ച് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വിളിച്ചു, അവരെ വരാൻ പറഞ്ഞു, ആരാണെങ്കിൽ വരാൻ പറഞ്ഞിട്ട് വന്നിട്ടില്ല. But acha, I called that person asking for this, that, he is not obeying me only. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവൻ അനുസരിക്കുന്നില്ല. I called this person, say so many things, but that person is not willing to listen to me only. ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, പക്ഷേ എന്നെ അനുസരിക്കാനോ ഞാൻ പറയുന്നത് ചെയ്യാനോ ആ മനുഷ്യൻ തയ്യാറായിട്ടില്ല ഇതുവരെ. They won't do it. അവരൊരിക്കലും ചെയ്യുന്നില്ലേ? They will not do it. അവരൊരിക്കലും ചെയ്യില്ല. But let me say, when you renew the covenant and make sure you know the authority and identification in you, for sure they will listen to you. ദൈവത്തിന്റെ പദ്ധതിയുള്ള ദൈവത്തിന്റെ വിളിയിൽ നമ്മൾ പുതുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരെല്ലാം നമ്മുടെ മുമ്പ് വരും, അവരെല്ലാം നമ്മുടെ മുമ്പ് വന്ന് തലകളെ പിടിക്കും. As I read this scripture, I was shocked. ഞാൻ ഈ അധ്യായം വായിച്ച സമയത്ത് ഞാൻ ആശ്ചര്യപ്പെട്ടു. Because the same people were against Moses. ഇതേ ജനമാണ്, ജനത്തിന് വ്യത്യാസം വന്നിട്ടില്ല, ഇതേ ജനമാണ് മോശയ്ക്കെതിരായി കുറച്ച് അധ്യായങ്ങൾ മുമ്പ് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ The സാധിക്കും. same people were murmuring against. In fact, Moses would say, people wanted to stone me, Lord, save me. ഈ അതേ ജനമാണ് മോശയ്ക്കെതിരെ പിറുപിറുത്തത്, അവർ മോശയ്ക്കെതിരെ കല്ലെറിയാൻ ശ്രമിച്ചത്. ദൈവമേ എന്നോട് രക്ഷിക്കണമേ എന്ന് മോശ ഈ ജനത്തിന് കാരണമാണ് നിലവിളിച്ചത്. Because of this people, Moses asked God, do you really call me for this? വീണ്ടും മോശ വീട്ടിൽ ചോദിക്കണം, ദൈവമേ നീ എന്നെ ഇവരെ വീണ്ടെടുക്കാൻ തന്നെയാണ് വിളിച്ചത്, കാരണം അത്രയ്ക്ക് ജനം എനിക്കെതിരെ നിൽക്കുന്നു എന്ന് മോശ പറയും. But when he renewed the covenant with God, when God renewed the covenant with them, everything is changed. മോശ തന്റെ തീരുമാനങ്ങളെ, തന്റെ തിരിച്ചറിയലിനെ, തന്റെ ദൈവമായിട്ടുള്ള വിളിയെ ഒന്നുകൂടെ പുതുക്കിയപ്പോൾ 34-ാമത്തെ അധ്യായം മുതൽ
കഥ മാറുകയാണ്, അവിടെ അവസ്ഥ മാറുകയാണ്. The same people who were against, now they just listen and obey to him. ഈ പെറുപെറുത്ത കല്ലെറിയാൻ ശ്രമിച്ച കൂട്ടം കൂടി ഈ ജനം തന്നെ അവർ മോശയുടെ മുമ്പ് വന്ന് നിൽക്കുകയാണ്, ഭയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. That's the power of renewing our covenant with God. അതാണ് ദൈവവുമായിട്ടുള്ള വിളിയെ, ദൈവവുമായിട്ടുള്ള ഉഭയസമ്മതത്തെ പുതുക്കുന്ന ഒരു ദൈവപൈതലിന്റെ ഒരു ലക്ഷണം. When they see you like God, they will surely obey. എപ്പോഴാണ് ജനം നമ്മുടെ മുഖത്തെ ഒരു ദൈവമുഖം പോലെ, ദൈവപുരുഷനെ പോലെ ജനം കാണുന്നത്, അന്ന് ദൈവത്തിന്റെ പദ്ധതികൾ നടപ്പാക്കപ്പെടും. Let me say one point and finish this Bible study. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ രാവിലെ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. Too many people think ഒത്തിരി പേര് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, Moses was called by God to redeem people from Egypt. ഒത്തിരി ആൾക്കാർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, മോശയെ ദൈവം വിളിച്ചത് മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിക്കാൻ വേണ്ടിയാണെന്ന്. Am I right or wrong? അത് ശരിയാണോ തെറ്റാണോ? അങ്ങനെയല്ലേ നമ്മൾ സാധാരണ പറയാം. Most of us we believe that. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക. മിസ്രൈമിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കാനാണ് മോശയെ ദൈവം വിളിച്ചത്, അതാണല്ലോ. But Moses never entered the Canaan land. അതെ, അങ്ങനെയാണെങ്കിൽ മോശ വാഗ്ദത്ത ഭൂമിയിൽ കനാൻ ദേശത്ത് മോശ കയറിയിട്ടില്ല. He redeemed, but that was not the purpose of his life. അതെ, അവിടുന്ന് ജനത്തെ വിടുവിച്ചു വാഗ്ദത്ത സ്ഥലത്ത് കൊണ്ടുവന്നില്ല, അതായിരുന്നില്ല ദൈവത്തിന് മോശയെ കുറിച്ചുള്ള ഉദ്ദേശം. But God had a different plan for him. ദൈവം മോശയെ കുറിച്ച് വ്യത്യസ്തമായ ഒരു പദ്ധതിയായിരുന്നു. There's a different plan that God had for him. വ്യത്യസ്തമായ ഒരു പ്ലാൻ, ഒരു പദ്ധതി മോശയെ കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്നു. Turn with me to Exodus. പുറപ്പാട് പുസ്തകം. We find a scripture that says, നമുക്കൊരു വേദഭാഗത്തിൽ അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. after giving all the instructions, ഈ നിർദ്ദേശങ്ങളും ഈ അഭിപ്രായങ്ങളും എല്ലാം പറഞ്ഞതിന് ശേഷം he gives a plan to build the tabernacle. ദൈവം ഒരു പദ്ധതി, സമാഗമന കൂടാരം ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി ദൈവം ഇങ്ങനെ മോശയ്ക്ക് നൽകുകയത്രേ. And he says, be careful to make sure that you do according to this pattern. ദൈവം നൽകിയ അതേ രീതിയിൽ തന്നെ ചെയ്യുക, അങ്ങനെ തന്നെ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണമെന്ന് ശ്രദ്ധയോടെ ചെയ്യണമെന്ന് മോശയോട് ദൈവം പറയുന്നു. And as God instructed him, ദൈവം ഇങ്ങനെ മോശയോട് അരുളി ചെയ്തപ്പോൾ the same way they have built it. അതേ രീതിയിൽ തന്നെ ദൈവം എപ്രകാരം പറഞ്ഞു അതേ രീതിയിൽ തന്നെ മോശ അങ്ങനെ ചെയ്യുകയാണ്. Moses was not just called to redeem the people out of Egypt. ദൈവജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കാനായിട്ട് മാത്രമല്ല മോശയെ ദൈവം വിളിച്ചത്. The primary purpose of Moses was to build the tabernacle. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം മോശയെ കൊണ്ട് ദൈവത്തിനുണ്ടായിരുന്നത് ദൈവത്തിന് സമാഗമന കൂടാരം പണിയുക എന്നുള്ളതായിരുന്നു. Because that tabernacle is the complete reflection of Jesus Christ. ഓർത്തുകൊള്ളണം, ആ സമാഗമന കൂടാരമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു പ്രതിഫലനം എന്ന് ഓർത്തുകൊള്ളണം. All the sacrifices that were made in the tabernacle refers to Jesus Christ. ഈ സമാഗമന കൂടാരം പണിയുവാനായിട്ട് എടുത്ത എല്ലാ കഷ്ടപ്പാടുകളും, എല്ലാ വേദനകളും, എല്ലാ നൊമ്പരങ്ങളും, എല്ലാ ഒരുക്കങ്ങളും അത് ചൂണ്ടിക്കാണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. Chapter 25 verse 40 says like this. 25 verse 40. Exodus 25:40. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യം വായിക്കുമ്പോൾ it says, be very careful to do according to the pattern that I have shown you. ഓക്കെ, ഇവിടെ പറയുന്നു പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണമെന്ന്. Be careful, don't make anything extra, don't make anything lesser than that. ഓർത്തുകൊള്ളണം, സൂക്ഷിച്ചു കൊള്ളണം. ഇവിടെ ദൈവം മോശയോട് പറയുകയാണ്, സൂക്ഷിക്കണം, ഞാൻ തന്ന അതേ മാതൃക ഒന്ന് കൂട്ടുവാനോ ഒന്ന് കുറയ്ക്കാനോ പാടില്ല, അതേ മാതൃകയിൽ ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകണം. Moses did the same. അറിയാം, മോശ അതുപോലെ അപ്രകാരം ചെയ്തു. Nothing was added, nothing was subtracted from them. ഒരിക്കലും മോശ ഒന്ന് കൂട്ടുവാനോ ഒന്ന് കുറയ്ക്കുവാനോ അല്ലെങ്കിൽ ഇച്ചിരി എടുത്ത് മാറ്റാനോ ഒന്നും മോശ തയ്യാറായില്ല. അപ്രകാരം we were Moses, we would have said, God, this is a small one, let us make it really big one. നമുക്ക് മോശയുടെ സ്ഥാനത്ത് നമ്മൾ പറഞ്ഞാല് അയ്യോ ഇത് ചെറിയൊരു കൂടാരമായിരുന്നു, ഇച്ചിരി വലുത്,
ഇച്ചിരി സ്ക്വയർ ഫീറ്റ് കൂടി നമുക്ക് പണിയാമെന്ന് പറയുന്നത്. And I don't know how many of you know this. എനിക്കറിയത്തില്ലേ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നത്. The tabernacle was even smaller than our chapel. നമ്മുടെ ഈ സമാഗമന കൂടാരം എന്ന് പറയുന്നത് ഈവൻ നമ്മുടെ ഈ ചെറിയ ചാപ്പല പള്ളിയെക്കാട്ടിലും ചെറുതാണ്. Really, this was really smaller than this chapel. ഇതിനെക്കാട്ടിലും നമ്മുടെ പള്ളിയെക്കാട്ടിലും ചെറുതാണ്. But it is smaller in size, but in a weight it is so significant to the world till now. നമുക്കറിയാം അത് അതിന്റെ വലിപ്പത്തിൽ ചെറുതാണെങ്കിലും അതിന്റെ പ്രഭയിൽ അതിന്റെ മഹിമയിൽ ഇന്ന് വലുതാണ്. ഏത് ആലയത്തിനെക്കാട്ടിലും അതിന് വലുതാണ്. And interestingly, the Solomon, the temple which was built by Solomon, also smaller than our chapel. നമുക്കറിയാം ശലോമോൻ പണിത ദൈവത്തിന്റെ ആലയവും അതും നമ്മുടെ ഈ പള്ളിയെക്കാട്ടിലും ചെറുതാണ്. It is really smaller than our chapel. അതും വളരെ ചെറുതാണ്. ശലോമോൻ പണിത ദൈവത്തിന്റെ ആലയവും നമ്മുടെ പള്ളിയെക്കാട്ടിലും ചെറുതാണ്. It was just extended from the tabernacle a little bit. അത് ഈ സമാഗമന കൂടാരത്തിന്റെ ഒരല്പം കൂടെയുള്ള ഒരു വികസന പ്രവർത്തനമായിരുന്നു. അല്ലെങ്കിൽ ഇച്ചിരി അതിനൊന്ന് മാറ്റപ്പെടുന്നതാണ്. But the value carried by the temple was huge. ആലയത്തിന്റെ മൂല്യം എന്നത്, ആലയത്തിന്റെ പ്രഭ എന്നത് അത് വളരെ വലുതായിരുന്നു. If Moses missed anything that God instructed him, ഇവിടെ മോശ ദൈവം പറഞ്ഞിരുന്ന എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്തിരുന്നുവെങ്കിൽ tabernacle will not be there. അവിടെ ഒരിക്കലും സമാഗമന കൂടാരം ഉണ്ടാവത്തില്ലായിരുന്നു. If tabernacle was not there, അവിടെ സമാഗമന കൂടാരം ഉണ്ടായിരുന്നില്ല എങ്കിൽ the temple will not be there. അവിടെ ഒരു ആലയം പണിയത്തില്ല. If the temple was not there, അവിടെ ഒരു ആലയം ഉണ്ടായിരുന്നില്ല എങ്കിൽ Jesus will not make any sense to us. അവിടെ ഒരു കർത്താവിനെ കൊണ്ടുള്ള ഒരു ഉപയോഗം ഉണ്ടായിരുന്നില്ല. കർത്താവിന്റെ ആവശ്യം വന്നില്ല. If Jesus was not there, ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഇല്ലായിരുന്നെങ്കിൽ what we are doing will make no sense to us. നമ്മുടെ ഈ ആലയത്തിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മളെ കൺവെൻഷൻ നടത്തുന്ന ഇപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷകളൊന്നിനും ഒരു ഫലം ഉണ്ടാകത്തില്ലായിരുന്നു. What Moses did is just not bringing them out of Egypt. നമ്മളെ മോശ ചെയ്തത് ജനത്തെ മിസ്രൈമിൽ നിന്ന് വെറുതെ വീണ്ടെടുക്കുക മാത്രമായിരുന്നു. But it was to make a tabernacle that make a significance till Jesus comes back. കർത്താവിന്റെ രണ്ടാമത്തെ വരവോളം നിലനിൽക്കേണ്ടുന്ന ഒരു വലിയ പണിയുടെ ആരംഭം പിതാവായ ദൈവം മോശയെ കൊണ്ട് ആരംഭിച്ചു. സമാഗമന കൂടാരത്തിൽ നിന്ന് ആരംഭിച്ച് കർത്താവരെയും അവൻ രണ്ടാമത്തെ വരവോലെയും നിലനിൽക്കുന്ന ഒരു വലിയ പ്രവൃത്തിക്ക് അവർ തുടക്കമിട്ടു. This is my prayer. ഇതാണ് ഈ രാവിലെ സമയം എന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്. Stop asking for God nothing. ദൈവമേ, അങ്ങയുടെ മുമ്പിൽ ഒന്നുമില്ലാത്തതിന് ഇത്രയും വലിയ ദൈവത്തിന്റെ മുമ്പിൽ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ നടത്തി. God has a greater plan for us. ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു വലിയ പദ്ധതി, ഓരോ വ്യക്തികളെ കുറിച്ചും ഈ സഭയെ കുറിച്ച് ദൈവത്തിന് ഒരു വലിയ പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കുക. Sometimes I feel all the cases are going to end in this year. ഈ വർഷം ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ഈ വർഷം നമ്മുടെ കേസുകൾ, നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്ന ഒരു വർഷമായി. Because God has have a greater plan for us. ദൈവം നമുക്ക് അതിനെക്കാട്ടിലൊക്കെ എത്രയോ ഉന്നതമായ വിശ്വസ്തതയുള്ള ജനത്തിന് എത്രയോ വലിയ പദ്ധതി ദൈവം നോക്കി വെച്ചിട്ടുണ്ട്. Unless until we renew the covenant with God, we will not be able to see them come true. നമുക്കറിയാം, നമ്മുടെ വിളിയെയും നമ്മുടെ ഉപയസമ്മതത്തെയും നമ്മൾ പുതുക്കുന്നില്ല എങ്കിൽ നമുക്കൊന്നും സാധ്യമല്ല. Let's look to the Lord in prayer. നമ്മുടെ തലകളെ ഉണക്കാമോ, പ്രാർത്ഥനയ്ക്കായിട്ട്. The life before 33 of Exodus of Moses was different. 33ാമത്തെ അധ്യായം മുതൽ പുറകിലോട്ട് നോക്കിയാൽ മോശയുടെ ജീവിതം വ്യത്യസ്തമാണ്. But after 34, after renewing the covenant, Moses' life made a significant change. 34ാമത്തെ അധ്യായം മുതൽ അതിനുശേഷം മോശ തന്റെ വിളിയെ, തന്റെ തിരഞ്ഞെടുപ്പിനെ പുതുക്കി. അവന്റെ ജീവിതം അതിനുശേഷം വ്യത്യസ്തമായിരുന്നു. He became a person who was influential among the people. മോശ ദൈവജനത്തെ വളരെയധികം ശ്രേഷ്ഠമായി നടത്തുന്ന, ദൈവജനത്തിന് പ്രാധാന്യമുള്ള, ദൈവജനം ഉറ്റുനോക്കുന്ന ഒരു ദൈവത്തിന്റെ ദൂതനായി മോശ മാറപ്പെട്ടു. The people who stood against him became fearful of him. ദൈവജനം ഒരു നാൾ മോശയ്ക്കെതിരെ നിന്നെങ്കിൽ ഈ അധ്യായത്തിന് ശേഷം നമുക്ക് കാണാം, വളരെ ഭയത്തോടെ ഒരു ദൈവദൂതൻ എന്ന പോലെ മോശയെ കണ്ടു. The people who were against him knows that he is the friend of God. മോശയ്ക്കെതിരെ നിന്ന് ജനം മനസ്സിലാക്കി, ദൈവത്തിന്റെ സുഹൃത്താണ്, ദൈവത്തിന്റെ പുരുഷനാണ് ഈ മോശ എന്ന് ഈ ജനം മനസ്സിലാക്കി. Moses began to please God's plan than people's plan. ഈ ജനത്തിന്റെ പദ്ധതികളെക്കാട്ടിലും ജനത്തിന്റെ അഭിപ്രായങ്ങളെക്കാട്ടിലും ദൈവത്തിന്റെ അഭിപ്രായം, ദൈവത്തിന്റെ പ്ലാനുകൾ നടപ്പിലാക്കുവാൻ മോശ തീരുമാനിച്ചു. And moreover, Moses became a person to bless the people of Israel. ദൈവജനത്തെ അനുഗ്രഹിക്കുന്ന, ദൈവജനത്തിന് അനുഗ്രഹമായിരിക്കുന്ന,
പുതിയ നിയമത്തിലെ ദൈവജനത്തോളം എത്തുന്ന വലിയൊരു അനുഗ്രഹത്തിന്റെ വഴി മോശ മുഖാന്തരം ആരംഭിച്ചു. Moses, the people who were stood against Moses did not obey. The same people obeyed when he renewed the covenant with God. ദൈവമായിട്ടുള്ള അഭയസം അത് പുതുക്കിയപ്പോൾ, ദൈവമായിട്ടുള്ള വിളിയെ ഉറപ്പാക്കി വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ഇതിൽ നിന്ന് ജനം ദൈവത്തിന്റെ മക്കളായി മാറിയവരെല്ലാം ദൈവഭയത്തോടെ മോശയുടെ മുമ്പാകെ അവർ നിന്നായിരുന്നു കാണാൻ സാധിക്കുന്നത്. Let's ask God this morning, Lord, help me to renew the covenant with you. രാവിലെ സമയം ദൈവത്തോട് പറയാമോ, കർത്താവേ, എന്റെ വിളിയെ, എന്റെ തെരഞ്ഞെടുപ്പിനെ ഒന്നുകൂടെ ഒന്ന് പുതുക്കുവാൻ, ഒന്നുകൂടെ ഒന്ന് പുതുക്കി അങ്ങേക്കായിട്ട് ജീവിക്കുവാൻ എന്നെ ഈ രാവിലെ സമയം സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ പദ്ധതികളിൽ, ഞങ്ങളുടെ പ്ലാനുകളിലൊക്കെ ഞങ്ങൾ ശരണപ്പെടും. കർത്താവിന്റെ പ്ലാൻ എന്തെന്ന് ചോദിക്കാതെ, കർത്താവിന്റെ പദ്ധതി എന്താണെന്ന് അറിയാതെ, എന്നെ കുറിച്ചുള്ള ഉദ്ദേശം എന്തെന്ന് അറിയാതെ പലപ്പോഴും ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിരുന്നാൽ ഇന്ന് രാവിലെ സമയം നീ ഞങ്ങളോട് ഇടപെടുന്നതിനാണ് സ്തോത്രം എന്ന് പറഞ്ഞേ. നീ ഞങ്ങളോട് സംസാരിക്കുന്നതിന് സ്തോത്രം എന്ന് പറഞ്ഞേ. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ, ഞങ്ങളുടെ വിളിയെ ഇങ്ങനെ പുതുക്കുക